ഹലോ, ഞാൻ എൻ്റെ സെക്കൻഡറി ചാനലിൽ ഒരു ലോട്ടറി സ്കാം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോക്ക് ഒരുപാട് പ്രതികരണ വീഡിയോകൾ വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു റിപ്ലൈ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചില ആളുകളുടെ മുഖം മൂടി അഴിഞ്ഞ മുഖങ്ങൾ കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനലിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ക്യാൻസർ രോഗിയെ കളിയാക്കി ചിരിച്ച് അഷ്കർ ടെക്കി, ഇത് വളരെ മോശം. ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് യൂട്യൂബേഴ്സൊക്കെ നടത്തുന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുന്നത് ഈ ഗാംബ്ലിങ്, ബെറ്റിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലേ? ഒരിക്കലും അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് വരെ നടന്നതിൽ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് അത് വ്യാജ ലോട്ടറി വിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അതിലൂടെ ലോട്ടറി നടത്തി അതിലൂടെ പണം സമാഹരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സ്കാമാണ്. പ്രത്യേകിച്ച് കർണാടകയിൽ ഒരു ലോട്ടറി ഫ്രീ സ്റ്റേറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഉത്തരവിനെ ശരിവെച്ചുകൊണ്ടുള്ള കർണാടക ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ആ ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വ്യാജ ലോട്ടറി നടപ്പിലാക്കിയത്. രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ആ ലോട്ടറി ടിക്കറ്റ് മേടിക്കാനും അതിൽ പണം നിക്ഷേപിക്കാനും നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. അതിന് നിങ്ങൾ പറഞ്ഞത് ഒരുപാട് സമ്മാനങ്ങളാണ്, യാതൊരുവിധ നിയമസാധുതയും ഇല്ലാത്ത സമ്മാനങ്ങൾ. ഇത്രത്തോളം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ കൂടിയിട്ടാണ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന തുടങ്ങുകയും അതിന്റെ തലപ്പത്ത് കയറി പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് നിൽക്കുന്നതും. അങ്ങനെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രസിഡന്റായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഫോട്ടോ അല്ലാതെ പിന്നെ വേറെ ആരുടെ ഫോട്ടോ ഞാൻ ഇങ്ങനെ ഒരു തോന്നിവാസം ചെയ്തതിന് തമ്പനയിൽ വെക്കും? നിയമങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇതുപോലുള്ള വ്യാജ ലോട്ടറികളൊക്കെ നടപ്പിലാക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ് ശരിക്കും സാമൂഹ്യ വിരുദ്ധന്മാർ. ഇവരൊക്കെയാണ് നന്മയുടെ മുഖം മൂടി അണിഞ്ഞ് നടക്കുന്നത്. നോക്കൂ, വ്യാജ ലോട്ടറിയാണിത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സെക്കൻഡറി ചാനലിൽ ഇതൊരു വ്യാജ ലോട്ടറിയാണ്, ഇത് സ്കാം ആണെന്നൊക്കെ പറഞ്ഞ് എക്സ്പോസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു. ഞാൻ എൻ്റെ നിവൃത്തികേട് കൊണ്ട് വിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ നാട്ടിൽ വന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലാതെ ആരും ഒന്നും പറയുകയില്ല. ഒന്നുകൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അതായത് ആ രോഗിയുടെ ദയനീയമായിട്ടുള്ള അവസ്ഥയെ മോശമായി അയാൾ ചിത്രീകരിക്കുകയാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ കാദർ കരിപ്പൊടി. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പല വാദങ്ങളും പറഞ്ഞ് അങ്ങനെ കാറിലൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എന്താക്കാമായിരുന്നു, ജയിക്കാമായിരുന്നു. മിസ്റ്റർ കാദർ കരിപ്പൊടിക്ക് ഈ ഫാലസികളെ കുറിച്ച് അറിയോ? ഈ ന്യായവൈകല്യം, മുടന്തൻ ന്യായം എന്നൊക്കെ അറിയോ? അതിൽ സ്ട്രോമാൻ ഫാലസി ഉണ്ട്, അതറിയോ? അറിയാൻ വയ്യില്ല. കാരണം അതറിയെങ്കിൽ ഈ കാറിൽ കുത്തിരിൻ്റെ ഇമാതിരി പൊട്ടത്തര, ഇമാതിരി വെളിവില്ലായ്മ നിങ്ങൾ വിളിച്ച് പറയില്ല. അപ്പോൾ ഒരു ചർച്ചയിൽ എങ്ങനെ തോൽക്കണമെന്നോ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് ഫാലസികളെ കുറിച്ചാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഫാലസിയാണ് സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത്. മലയാളത്തിൽ ഈ കോലത്തെ തല്ലുക എന്നൊക്കെ പറയും. ഓക്കെ, സ്ട്രോമാൻ ഫാലസി, അതായത് എതിരാളിയുടെ വാദത്തെ തെറ്റായിട്ട് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് വേറൊരു കാര്യമാണെന്ന് പറയുകയും ആ ഒരു വാദത്തെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സ്ട്രോമാൻ ഫാലസി. അതായത് ഇവിടെ ഒരു കോലത്തെ തല്ലാണല്ലോ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും തല്ലി തോൽപ്പിക്കാൻ പറ്റുന്നില്ല, അപ്പം നിങ്ങളുടെ ഒരു കോലത്തെ ഉണ്ടാക്കിയിട്ട് അതിനെ തല്ലുക. ഇതാണ് ഈ സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്ട്രോമാൻ ഫാലസി ആയതെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള താങ്കൾ പുറത്ത് വിട്ടിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പിൻ്റെയും സാമൂഹിക വിരുദ്ധതയുമായിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി 2 കോടി രൂപ കടം വന്നത് കൊണ്ടാണ് ഈ ഒരു വീട് വിൽക്കുന്നത് എന്നല്ലാതെ നിങ്ങൾ എവിടെയാണ് ആ ഒരു വീഡിയോയിൽ ഇദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞത്? തെളിയിക്കണം. വീഡിയോ അപ്ലോഡ് ചെയ്ത നിമിഷങ്ങൾക്കകം നിങ്ങളിട്ട കമൻറ്റിൽ നിന്നല്ലാതെ എനിക്ക് അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്നുള്ള അറിവില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അഷ്കർ ടെക്കി ക്യാൻസർ പേഷ്യൻറ്റിനെ കളിയാക്കിയെന്ന് എന്തർത്ഥത്തിലാണ് നിങ്ങൾ തമ്പനയിൽ എഴുതുക? ഇനി രണ്ടാമത്തെ കാര്യം, സപ്പോസ് അദ്ദേഹം ക്യാൻസർ രോഗിയാണെന്ന് നിങ്ങൾ പറഞ്ഞു എന്നിരിക്കട്ടെ. ഓക്കെ, അദ്ദേഹം ക്യാൻസർ രോഗിയാണെന്ന് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഞാൻ കണ്ടിട്ടില്ല ആ ഒരു വീഡിയോയിൽ നിങ്ങൾ പറയുന്നത്, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ കണ്ടിട്ടില്ല. ഇനി സപ്പോസ് നിങ്ങളത് പറഞ്ഞു എന്ന് വിചാരിക്കട്ടെ. എന്നാൽ പോലും ആ ഒരു വ്യക്തിയെ ഒരിക്കലും അപമാനിച്ചിട്ടില്ല. എവിടെയാണ് ഞാൻ അപമാനിച്ചതെന്നൊന്ന് കാണിച്ചു തരിക. ഓക്കെ, എവിടെയാണ് ഞാൻ അപമാനിച്ചതെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരിക. ഇവിടെയാണ് സ്ട്രോമാൻ ഫാലസി വരുന്നത്. ഞാൻ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു സംഭവം അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കോലത്തെ ഉണ്ടാക്കിയിട്ട് ആ കോലത്തെ തല്ലുക. ഓക്കെ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റൊരു കോലം ഉണ്ടാക്കിയിട്ട് അതിനെ തല്ലുക. ഇതാണ് സ്ട്രോമാൻ ഫാലസി. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണിത്. എൻ്റെ പൊന്ന് കാദർ കരിപ്പൊടി, ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇതുപോലെയുള്ള ഒരു തരത്തിലുള്ള നോളജ് ഇല്ലാതെയാണ്, ഇതുപോലുള്ള ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ പോലും അറിയാതെയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിളമ്പുന്നത്. അതായത് കാദർ കരിപ്പൊടി കാറിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളിൽ 2 വാദങ്ങൾ ഞാൻ പ്രോപ്പറായിട്ട് കണ്ണിച്ചിട്ടുണ്ട്. ഒന്നാമത്, ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ കാദർ കരിപ്പൊടിയുടെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് ക്യാൻസർ ആണ് എന്ന് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല.
പിന്നെ ഞാനെങ്ങനെ അറിയാനാണ്? എനിക്ക് അദ്ദേഹത്തിൻ്റെ അസുഖത്തിനെ കുറിച്ചുള്ള യാതൊരു അറിവില്ല. അവിടെ 2 കോടി കടം എന്ന് മാത്രമാണ് ഖാദർ കരിപ്പൊടി ആ ഒരു വീഡിയോയിൽ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഖാദർ കരിപ്പൊടി ഞാനൊരു ക്യാൻസർ പേഷ്യൻറ്റിനെ അപമാനിച്ചു എന്ന് പറയുന്നത്? വളച്ചൊടിച്ചിട്ട് അത് വെളുപ്പിക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ടേ കേരളത്തിലെ ആളുള്ളൂ. എന്തൊരു വൃത്തിക്കാണ് അദ്ദേഹം അത് വെളുപ്പിച്ചെടുത്തത് നോക്കിയേ. ഞാൻ പറയാത്ത ഒരു കാര്യത്തിനെ ഞാൻ പറഞ്ഞു എന്ന് വരുത്തി തീർത്തിട്ട് ആ ഒരു കോലത്തെ തല്ലുക. എനിക്കറിവില്ലാത്തൊരു സംഭവം, അദ്ദേഹത്തിന് അസുഖമാണ് എന്ന് എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അസുഖത്തെ പറഞ്ഞ് ഞാൻ കളിയാക്കുക? ആ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു ശൈലിയിൽ സംസാരിച്ചത്, ആ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന താങ്കളുടെ സംസാര ശൈലിയെയാണ് ഞാൻ അതിൽ കളിയാക്കിയിട്ടുള്ളത്. താങ്കളാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്യുന്ന ആൾ ഖാദർ കരിപ്പൊടിയാണ്. ഖാദർ കരിപ്പൊടിയുടെ സംസാര ശൈലിയാണ് ഞാൻ അതിൽ കളിയാക്കിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് നോക്കാം. ഖാദർ കരിപ്പൊടി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു 1.5 മിനിറ്റ് എങ്ങാണ്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അതിൽ ഖാദർ കരിപ്പൊടിയോ ആ ഖാദർ കരിപ്പൊടിയുടെ കൂടെയുള്ള ആളോ അസുഖത്തിനെ കുറിച്ചൊന്നും അതിൽ പറയുന്നില്ല. അദ്ദേഹത്തിന് 2 കോടി രൂപ കടമുണ്ട്, അത് മാത്രമേ പറയുന്നുള്ളൂ. പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ട് ഒരു വാദം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നാണമില്ലേ ഖാദർ കരിപ്പൊടി? നിങ്ങൾക്ക് നാണമില്ലേ? അന്തസ്സായിട്ട് ഫാക്റ്റും ഡാറ്റയും ബേസ് ചെയ്തിട്ടുള്ള വാദങ്ങൾ മുമ്പോട്ട് വെക്ക്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ലോജിക്കാണ് മാനുള്ളത്? എന്ത് ലോജിക്കാണുള്ളത്? ഇത്രയും കള്ളം പറയുന്ന, ഇത്രയും അധാർമികമായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളാണോ കേരള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന തുടങ്ങിയതും അതിൻ്റെ തലപ്പത്ത് പോയിട്ട് പ്രസിഡൻ്റാന്ന് പറഞ്ഞ് നിൽക്കുന്നതും? നാണമാകുന്നില്ലേ നിങ്ങൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ വേണ്ടിയിട്ട്? നാണമാകുന്നില്ലേ? ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറണം നിങ്ങൾ. ഇത്രയും കളവ് പറയുന്ന, ഇത്രയും വിവരക്കേട് വിളിച്ച് പറയുന്ന നിങ്ങൾക്കുള്ളതല്ല ആ ഒരു സ്ഥാനം. ഇനി ആരാണ് ആ ക്യാൻസർ പിടിപെട്ടിട്ടുള്ള ആ ഒരു വ്യക്തിയെ അപമാനിച്ചത്? ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പാവം പിടിച്ച അസുഖം ബാധിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ പലർക്കും സംശയമുണ്ട് അതൊരു തട്ടിപ്പാണെന്ന്. വ്യാജ ലോട്ടറി വിറ്റിട്ട് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്കാം തന്നെയാണ്, വലിയൊരു തട്ടിപ്പാണ്. അത് ഇവിടെ ഇല്ലീഗലായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആ ഒരു പാവം പിടിച്ച മനുഷ്യനെ ഇത്രയും വലിയൊരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞു. ആ ഒരു മനുഷ്യൻ്റെ കീമോതെറാപ്പിയുടെ പ്രിസ്ക്രിപ്ഷൻ വരെ നിങ്ങൾ പുറത്തുവിട്ടു ഇല്ലേ? അതിലൂടെ ആ ഒരു വ്യക്തിക്ക് ഏത് ക്യാൻസർ ആണെന്ന് അതിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു വിവരം വരെ പുറത്തുവിട്ട അത്രയും മോശപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അത്രയും മോശപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. കളിക്കുമ്പോൾ നോക്കിയും കണ്ടും നിയമം അനുസരിച്ച് കളിക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടാവും. എന്നിട്ട് പ്രശ്നം ഉണ്ടായിട്ട് അതിനെ പല രീതിയിലും ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് വെളുപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും കിട്ടും. ഓക്കെ, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫാലസികളെക്കുറിച്ചും സ്ട്രോമാൻ ഫാലസിയെക്കുറിച്ചും, ഇമോഷണൽ ഫാലസി എന്ന് പറഞ്ഞാൽ വേറെ സംഭവം. ഇമോഷണൽ ഫാലസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാറിലിരുന്ന് മനുഷ്യത്വം പറഞ്ഞ് വെളുപ്പിക്കാൻ നോക്കിയ സംഭവമില്ല, അതാണ് ഇമോഷണൽ ഫാലസി എന്ന് പറയുന്നത്. ഇമോഷണൽ ഫാലസി ഉന്നയിച്ചിട്ട് നിങ്ങൾ മേൽക്കൈ നേടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇപ്പം നടക്കൂല. അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും നടക്കൂല. ചെയ്തത് പക്ക ഫ്രോഡ് പരിപാടിയാണ്. അത്രയും മോശപ്പെട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ. പിന്നെ നിയമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഖാദർ കരിപ്പൊടി ഏറ്റെടുത്തോളാം, അതാക്കും ഇതാക്കും, ടിക്കറ്റ് പുറത്തുവിടുന്നൊക്കെ പറഞ്ഞു. ടിക്കറ്റ് പുറത്തുവിടാൻ ഖാദർ കരിപ്പൊടി ആരാണ്? സ്റ്റേറ്റിൻ്റെ ആരെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ള ആരാണോ? ഇവിടെ ഇതുപോലുള്ള നിയമവിരുദ്ധ കാര്യങ്ങൾ നടത്തിയിട്ട് അതിൻ്റെ ടിക്കറ്റ് പുറത്ത് വിട്ടിട്ട് എന്താ കാര്യം? ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു ബാങ്ക് കൊള്ളയടിച്ചിട്ട് പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കൂട്ടം പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, ബാങ്ക് കൊള്ളയടിച്ച കുറേ പൈസ ഉണ്ടാകുമല്ലോ, സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണം ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു ബാങ്ക് കൊള്ളയടിക്കുക എന്നുള്ള സംഭവം ഇങ്ങനെ മായ്ച്ചിട്ട് ലോട്ടറി സ്കാം, വ്യാജ ലോട്ടറി, സെയിം, രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, രണ്ടും നിയമവിരുദ്ധമാണ്. പിന്നെ ഖാദർ കരിപ്പൊടിയുടെ ഈ ഒരു വീഡിയോയോട് കൂടെ തന്നെ മറ്റ് ചില ആളുകൾ എൻ്റെ ആ ഒരു വീഡിയോക്ക് പ്രതികരണവുമായിട്ട് വന്നത് ഞാൻ കണ്ടു. 24 ന്യൂസ് ചെയ്തിട്ടുണ്ട്, 24 വരെ ചെയ്തിട്ടില്ലേ? എന്താ 24 ചെയ്ത സാധനം അങ്ങോട്ട് ലീഗലാവുമോ പിന്നെ രാവിലെ ആകുമ്പോഴേക്ക്? അങ്ങനെയാണെങ്കിൽ 24 ചെയ്തിട്ടുള്ള 24ൻ്റെ മറ്റേ ഫ്ലവേഴ്സ് TV ചെയ്തിട്ടുള്ള
ബെറ്റിംഗ് ഗാംബ്ലിംഗ് പ്രൊമോഷനുകളൊക്കെ നാളെ ആരെങ്കിലും വന്നിട്ട് ഇത് ചെയ്യുമോ? ഈ പറഞ്ഞ ആളുകൾ നാളെ വന്നിട്ട് ഈ യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യാൻ ധൈര്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ മുടന്തൻ ന്യായങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള മുടന്തൻ ന്യായങ്ങളാണ്. ഈ സാധനങ്ങളൊക്കെ ന്യൂസ് വരെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ VIP ചെയ്തിട്ടുണ്ട്, മറ്റേ സെലിബ്രിറ്റീസ് ചെയ്തിട്ടുണ്ട്, വലിയ വലിയ ആളുകൾ ചെയ്തിട്ടുണ്ട്. എന്താ, ഒരുപാട് ബെറ്റിംഗ് ഗാംബ്ലിംഗ് സാധനങ്ങളൊക്കെ വലിയ വലിയ സെലിബ്രിറ്റീസ്, ഇന്ത്യയിലുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് ചെയ്തിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് അത് ലീഗലായി മാറുമോ? ഇല്ല. 1% പോലും ലോജിക്കില്ലാത്ത ഓരോ കാര്യങ്ങളാണിത്. നിയമപരമാണോ നിയമപരമല്ലേ എന്ന് അളക്കുന്നത് സെലിബ്രിറ്റീസ് ചെയ്തിട്ടുണ്ടോ, മറ്റു വലിയ വലിയ ആളുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. ഒരുപാട് ആളുകൾ ന്യൂസ് കുത്തിപ്പൊക്കി വന്നിട്ട് ന്യൂസുകാർ വരെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇത് ഇങ്ങനൊരു ഇഷ്യൂ ആയ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസുകൾ കണ്ടായിരുന്നു. അതിലൊരു വീഡിയോയിൽ പറയുന്നുണ്ട് കേരളത്തിൽ ഇത് നിയമവിരുദ്ധമാണ്, കർണാടകയിൽ ഇത് നിയമപരമാണ് എന്ന്. അതന്നെ തെറ്റാണ്. എന്തുകൊണ്ട് നിയമപരമാണ്? അവിടെ GST അടച്ചാൽ മതിയെന്ന്. പച്ച കള്ളമാണ് പറയുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സാധനത്തിൻ്റെ മേലിൽ GST അടച്ചാൽ അതെങ്ങനെ നിയമപരമായി മാറുക? ഒരു വകക്കുള്ള വിവരവും ഇല്ല. ഒരു സ്ഥലത്ത് അങ്ങോട്ട് വീണെന്ന് വെച്ചിട്ട് അങ്ങോട്ട് കിടന്ന് ഉരുളുക. 2-3 ടീമിനെ വെച്ചിട്ട് അതങ്ങോട്ട് വെളുപ്പിക്കാൻ നോക്കുക. ഒരിക്കലും വെളുക്കില്ല. ലോട്ടറി സ്കാം 2 ദിവസം കഴിഞ്ഞാൽ അത് നിയമപരമായി മാറുമൊന്നുമില്ല. അതെന്നും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് അവിടെ നിലനിൽക്കും. അതിന് നിങ്ങൾ ഏത് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടും കാര്യമല്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ചെയ്തത് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പാണ്. വ്യാജ ലോട്ടറിയുടെ പേരിൽ പണം സമാഹരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പാണ്. അത് നിങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ട് നിങ്ങൾ മാപ്പ് പറയുക. നിങ്ങളൊരു ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ സംഘടനയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ സമൂഹത്തോട് പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും കാണിക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക, ഇതൊന്നും ആരും ചെയ്യരുതേ എന്ന്. പിന്നെ ഖാദർ കരിപ്പൊടി, നിങ്ങൾ മറ്റേ മുടന്ന ന്യായം ഒരിക്കലും ഉന്നയിച്ചേക്കരുതേ. അതായത് ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഞാനൊരു പാവത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് എന്ന്. നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ നിയമവിരുദ്ധത ചെയ്യാനുള്ള ഒരു അവകാശമായിട്ട് ഇന്ത്യൻ നിയമങ്ങൾ കൂട്ടുന്നില്ല. അതുകൊണ്ട് ആ ഒരു വാദം നിങ്ങൾ ഉന്നയിക്കരുത്. നിയമവിരുദ്ധമാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിന് വേറൊരു ന്യായീകരണം? നമ്മുടെ നിയമങ്ങൾക്ക് ഒറ്റ മുഖമേ ഉള്ളൂ. അത് നമ്മുടെ നാട്ടിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. ആ ഒരു നിയമവിരുദ്ധത, അതും വലിയൊരു കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ട് അത് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന മണ്ടത്തരങ്ങളും കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇനി വരരുത്. ഇനി ഖാദർ കരിപ്പൊടി, എൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യന് നിങ്ങൾ മറുപടി തരണം. നിങ്ങൾ പ്രൊമോട്ട് ചെയ്തത് വ്യാജ ലോട്ടറി ആണോ അല്ലയോ? നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി നിയമത്തിൻ്റെ കണ്ണിൽ നിയമവിരുദ്ധമാണോ അല്ലയോ? ഇത്തരം കാര്യങ്ങൾ ചൂതാട്ടത്തിൻ്റെ പരിധിയിൽ വരുന്നതാണോ അല്ലയോ? ദെൻ ഇത്തരം ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് നിങ്ങളടക്കമുള്ള ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പുറത്താക്കപ്പെട്ട മറ്റു വ്യക്തികളെ പോലെ തന്നെ നിങ്ങൾ സ്വയം പുറത്തു പോകാൻ തയ്യാറാണോ അല്ലയോ? ഈ ചോദ്യത്തിന് മിനിമം ഉത്തരം നൽകാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണം. നിങ്ങളുടെ ഓഡിയൻസിനെ കബളിപ്പിക്കുന്ന, തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്ത് നിയമവിരുദ്ധമായി പണസമാഹരണം നടത്തിയതിന് നിങ്ങൾ മിനിമം മാപ്പ് പറയാനെങ്കിലും തയ്യാറാവണം. അതിനുശേഷം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അതും ഇതും പറഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ.